ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് പറയുമ്പോൾ നോക്കുക, ഇഫ് ദ സൊല്യൂഷൻ ഓഫ് ദ കർവ് y is equal to f of x ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം അത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലാവും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy by dx പ്ലസ് py is equal to q. അപ്പോ dy by dx പ്ലസ് py is equal to q ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക p is equal to tan x അല്ലെ. നമുക്കറിയാലോ p is equal to tan x, q is equal to 2 plus sec x by 1 plus 2 sec x whole square. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ IF അല്ലെ. ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്, ഇ റൈസ് ടു ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് അറിയാം. ഇ റൈസ് ടു ലോഗ് സീക്ക് എക്സ്. അപ്പൊ ഇ റൈസ് ടു ലോഗ് സീക്ക് എക്സ് എന്ന് പറയുമ്പം സീക്ക് എക്സ് ആ. ഇനി സൊല്യൂഷനിലേക്ക് പോവാം. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ y ഇൻറ്റു എന്താ സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഓക്കെ, ക്യൂ ഇൻറ്റു വാട്ട് ഈസ് ക്യൂ? ക്യൂ എന്ന് പറയുന്നത് 2 plus sec x by 1 plus 2 sec x whole square into integrating factor sec x dx plus c ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇൻറ്റു സീക്ക് എക്സ് സീക്വൽ ടു ഇന്റഗ്രൽ 2 പ്ലസ് സീക്ക് എക്സ് ഈസ് 1 ബൈ കോസ് എക്സ് ബൈ 1 പ്ലസ് സീക്ക് എക്സ് ഈസ് 1 ബൈ കോസ് എക്സ് 2 ബൈ കോസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു അവിടെ ഒരു സീക്ക് എക്സ് ഉണ്ട്. ആ സീക്ക് എക്സിന് ഇവിടെയും 1 ബൈ കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താവും? y ഇൻറ്റു സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 കോസ് എക്സ് പ്ലസ് 1 അല്ലെ. 2 കോസ് എക്സ് പ്ലസ് 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എന്താ വരിക? അവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് വരും. അപ്പൊ ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ കോസ് എക്സ് ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സിൽ ഒരു കോസ് എക്സും കട്ട് ചെയ്യും. ബാക്കി അവിടെ ബാക്കി ഒരു കോസ് എക്സ് ഉണ്ട്. ആ കോസ് എക്സും ഈ ഒരു കോസ് എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ആ 1 ബൈ കോസ് എക്സിലെ കോസ് എക്സും ഇവിടെ ഡിനോമിനേറ്ററിലെ കോസ് സ്ക്വയർ എക്സിൽ വരുന്ന ഒരു കോസ് എക്സും ക്യാൻസൽ ആവും. ബാക്കിയുള്ള ഒരു കോസ് എക്സ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന കോസ് എക്സുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 cos x plus 1 by cos x plus 2 whole square dx plus c ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഇന്റഗ്രൽ ഇപ്പൊ തൽക്കാലത്തേക്ക് ആ 1നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 കോസ് എക്സ് by cos x plus 2 whole square dx. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ രണ്ട് ടേമിൽ കോസ് എക്സ് കോമൺ ഫാക്ടർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ആദ്യം എഴുതാം. ഇന്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ബാക്കി വരുന്നത് എന്താണ്? കോസ് എക്സ് പ്ലസ് 2 അല്ലേ. ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്തിടാം. ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ബാക്കിയുള്ളൊരു ടേം ഉണ്ടല്ലോ, അതെന്താ? പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പൊ ഈ കോസ് എക്സ് പ്ലസ് 2 ഈ സ്ക്വയറിൽ കട്ട് ചെയ്ത് കളയാം. ആ രണ്ട് ഇന്റഗ്രൽ ആക്കി നമുക്ക് സ്പ്ലിറ്റ് ആക്കി അങ്ങോട്ട് എഴുതാം. അപ്പോൾ ഇന്റഗ്രൽ
cos x by cos x plus 2 cos x by cos x plus 2 dx plus integral sin square x by cos x plus 2 whole square dx. ഇനി ഈ ഫസ്റ്റ് സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം. ബൈ ഇന്റഗ്രേഷൻ ബൈ പാർട്സിലേക്ക് വരാം. ആ രണ്ടാമത്തെ നമുക്ക് അതേപോലെ തന്നെ എഴുതി വരാം തൽക്കാലത്തേക്ക്. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2. ഞാൻ 1 ബൈ കോസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും, ഏതാണ് 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഫസ്റ്റ് ഫംഗ്ഷനും കോസ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും ആക്കിയിട്ടാണ് എഴുതുന്നത്. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ശ്രദ്ധിക്കുക, കോസ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും ആക്കിയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് സൈൻ എക്സിന്റെ ഇന്റഗ്രല് കോസ് എക്സിന്റെ ഇന്റഗ്രല് സൈൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ്. ഏതാ ഫസ്റ്റ്? 1 ബൈ കോസ് എക്സ് പ്ലസ് 2. ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1 ബൈ കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആയി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് എഴുതണം? ഒരു സൈൻ എക്സ് ഡി എക്സ് പ്ലസ് കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തുണ്ട് നോക്കൂ, ഈ ടേം എന്തുണ്ട് നോക്കൂ, സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. നോക്ക്, ഇത് ഇതാ നോക്കിക്കോ, ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടേം ഇതാ ഇവിടെ മാർക്ക് ചെയ്ത ടേം നോക്കുക, ഇത് നെഗറ്റീവ് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ്. നോക്കണേ, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഒക്കെ സൈൻ സ്ക്വയർ എക്സ് ആണ്. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ അതിൻ്റെ പോസിറ്റീവുമാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ടെണ്ണവും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആവും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പുറത്തൊരു നെഗറ്റീവ്, അത് അതിൻ്റെ ഇനി നെഗറ്റീവാണ് അപ്പുറത്തുള്ള പോസിറ്റീവ്. അപ്പം ആ നെഗറ്റീവ് പോസിറ്റീവ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ആണ്. അപ്പം നമുക്ക് എന്തെഴുതാം? സോ y ഇൻറ്റു y ഇൻറ്റു സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ലാസ്റ്റിലേക്ക് വന്നു, എന്താ വന്നിരിക്കുന്നത് നോക്കൂ, സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2. സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2 പ്ലസ് സി. ഇതാണ് ഫസ്റ്റ് സംഭവം. ഇനി നമുക്ക് ആ സീന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ക്വസ്റ്റ്യനിലുള്ളത് നോക്കാം. എഫ് ഓഫ് പൈ ബൈ 3 ഇസ് ഈക്വൽ ടു √3/10. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് നമ്മൾ പൈ ബൈ 3യും വൈക്ക് നമ്മൾ √3/10 കൊടുക്കണം. എക്സിന് പൈ ബൈ 3യും വൈക്ക് √3/10 കൊടുക്കണം. എക്സിന് പൈ ബൈ 3 കൊടുക്കുക, വൈക്ക് √3/10. അപ്പൊ √3/10 ഇൻറ്റു സീക്ക് പൈ ബൈ 3 2 ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ √3/2 അല്ലേ? സൈൻ പൈ ബൈ 3 √3/2 ബൈ കോസ് പൈ ബൈ 3 1/2 പ്ലസ് 2 പ്ലസ് സി. ഇത് നമ്മളെ ജനറൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പം √3/5 എന്നായി. ഇവിടെ √3/4 പ്ലസ് 1 5, 2 ക്യാൻസൽ ആവും, പ്ലസ് സി. അപ്പൊ സി എന്ന് പറയുന്നത് 0 ആണെന്ന് മനസ്സിലായി.
സി 0 ആണെങ്കിൽ ഇക്വേഷൻ 1 ബിക്കംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായി കിട്ടി? വൈ സീക്ക് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 2. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് പൈ ബൈ 4. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എക്സിന് പൈ ബൈ 4 കൊടുത്ത് വൈ എത്രയാണ് എന്ന് നോക്കണം. എക്സിന് പൈ ബൈ 4 കൊടുക്കുമ്പോൾ വൈ എത്രയാണ്? വൈ ഇൻറ്റു സീക്ക് പൈ ബൈ 4 എന്ന് പറയുന്നത് √2 ആണ്. ഇസീക്വൽ ടു സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1/√2 ബൈ കോസ് പൈ ബൈ 4 1/√2 പ്ലസ് 2. y ഇൻറ്റു √2 ഇസീക്വൽ ടു 1/√2 1/√2 ബൈ 1 പ്ലസ് 2√2 ബൈ √2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √2 ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ y ഇൻറ്റു √2 ഇസീക്വൽ ടു കഴിഞ്ഞിട്ടില്ല. y ഇൻറ്റു √2 ഇസീക്വൽ ടു 1/1 പ്ലസ് 2√2 1/1 പ്ലസ് 2√2. ഇതാണ് y ഇൻറ്റു √2. ഓക്കെ, അപ്പൊ y ഇൻറ്റു √2. അപ്പൊ y ഇസീക്വൽ ടു y എന്താ? √2 ബൈ √2 പ്ലസ് √2 അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ √2 ബൈ √2 പ്ലസ് 2√2 ഇൻറ്റു 2 എന്താ? 4. 2√2 ഇൻറ്റു √2 അപ്പൊ 4. അപ്പോ ഇനി ഇതിനെ ഒന്ന് റാഷണലൈസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇൻറ്റു √2 മൈനസ് 4 ബൈ √2 മൈനസ് 4, അല്ലെങ്കിൽ തിരിച്ച് റാഷണൽ ചെയ്യുക 4 മൈനസ് √2 ബൈ 4 മൈനസ് √2. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. y ഇൻറ്റു √2 ഇസീക്വൽ ടു 1/1 പ്ലസ് 2√2. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടുന്ന് റാഷണലൈസ് ചെയ്യട്ടെ. ഇത് 2√2 മൈനസ് 1 ബൈ 2√2 മൈനസ് 1 എഴുതുന്നു. അപ്പൊ y ഇൻറ്റു √2 ഇസീക്വൽ ടു 2√2 മൈനസ് 1 ബൈ 2√2 സ്ക്വയർ 8. 8 മൈനസ് 1 ഞാൻ ഇവിടെ ഡയറക്റ്റ് 7 എഴുതാം. അപ്പൊ y ഇസ് ഈക്വൽ ടു 2√2 മൈനസ് 1 ബൈ 7 ഇൻറ്റു √2. ഒരു √2 മുകളിലും ഒരു √2 താഴെയും കൊടുക്കുന്നു. സോ y ഇസ് ഈക്വൽ ടു 2√2 ഇൻറ്റു √2 4 മൈനസ് √2 ബൈ 7√2 ഇൻറ്റു √2. അപ്പൊ 7 ഇൻറ്റു 2 എന്താവും? 14 ആവും. ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് അത് √2 ക്രോസ് ചെയ്തിട്ട് റാഷണലൈസ് ചെയ്താലും മതി. ഞാൻ പെട്ടെന്നൊന്ന് ഓർമ്മ വന്നപ്പോൾ ഈ ഒരു മെത്തേഡ് ഈ ഒരു ഇതിൽ ചെയ്തു എന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഏതായാലും 4 മൈനസ് √2 ബൈ 14 എന്ന് പറയുന്ന സമയത്ത് ഓപ്ഷൻ 4th ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. 4th ഓപ്ഷൻ. ഓക്കെ.